ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ചാലിയം ബീച്ചിലോട്ട് പോവുകയാണ്. രേഷേട്ടനും ഫ്രണ്ട്സാളും പിന്നെ അബിയേട്ടനും വൈഫും ഫാമിലി ഫ്രണ്ട്സുകളും എല്ലാവരും ഉണ്ട്. അവർ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ, പോകണം എന്നുള്ളത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏട്ടന്മാരിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ ചാലിയം ബീച്ചിലോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അബിയേട്ടനൊക്കെ മീനൊക്കെ അവിടെ നിന്ന് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഒരു ഫാമിലി ഫ്രണ്ട്സുകളും വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെയും കൊണ്ട് ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ എഡിറ്റിങ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ വീഡിയോ എഡിറ്റിങ്ങും ചെയ്തു. അതേമാതിരി തന്നെ വോയിസൊക്കെ കയറ്റി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചാലിയം ബീച്ചിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന ദിവസം. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടോ എൻ്റെ വീഡിയോസിൽ ക്ലാരിറ്റി കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാ ഫോണിലാണ് ഇട്ടെടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു കുറവുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഉള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഇടുമ്പോഴുള്ള അതിൽ കമൻറ്റ് ബോക്സിൽ ആരും കമൻറ്റൊന്നും അങ്ങനെ വല്ലാതെ ഇടുന്ന കാണില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ വരാത്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വിളിക്കാറുണ്ട്, ചിലപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട്, ചിലപ്പോൾ കാണുമ്പോൾ സംസാരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് കാണാതിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസ് ഇടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ചാലിയം ബീച്ചിലെത്തി. അതിലൂടെ കളിയൊക്കെ തുടങ്ങിയിട്ടോ. അവൻ ഏതൊരു സ്ഥലത്ത് പോയാലും അവൻ നല്ലോണം എൻജോയ് ചെയ്യും കേട്ടോ. അത് രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു വിഷയവുമില്ല. അത് രാത്രി 1 മണിയായാലും 2 മണിയായാലും എൻജോയ് ചെയ്യേണ്ട സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എൻജോയ് ചെയ്തോളും. അങ്ങനെ ഉറപ്പ് അങ്ങനെയൊന്നും പറഞ്ഞ് വാശി പിടിക്കാനും തോന്നുന്നില്ല കേട്ടോ. കൈ പിടിച്ചോ. ഇതെന്താണെന്നറിയോ, ഇവിടുത്തെ സ്കൂളിൽ പോകാൻ കേട്ടോ. ഇവിടുത്തെ സ്കൂളിൽ പോകാം. 5, 6, 7 കുഞ്ഞു പിടിക്കട്ടാ.
അവസ്ഥയല്ലേ അവിടെ ഒരു കമ്പനി ആയിക്കോട്ടെ ഒരു 10 രൂപ കിട്ടില്ല എവിടെ ഇത് അല്ലയോ പൊട്ടടാ അമ്മ പഠിക്കണ്ടാമാ ഞങ്ങളെ കുട്ടിയാണ് അമ്മ അവിടെ ഒരു ബോള് അമ്മ അവിടെ ഒരു ബോള് എനിക്കിതിൽ കയറിയപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് തിരമാല അടിക്കുമ്പോൾ അങ്ങനെ പൊങ്ങുമല്ലോ, അത് കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിലൊക്കെ കയറി ഇറങ്ങി നമ്മൾ ജങ്കാറിലാണ് കേട്ടോ പോണത്. അല്ലേ ജങ്കാറിനല്ലേ അല്ലേ അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്കാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാർ ബിരിയാണിയും കുറച്ച് ആൾക്കാർ സാദാ ചോറുമാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോണത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വലിയ വലിയ മീനുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. തോണിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതൊന്നും ഞങ്ങൾ കണ്ടില്ല, കൊണ്ടുവരുന്നതൊന്നും കണ്ടില്ല. പക്ഷെ അവിടെ കുറച്ച് ആൾക്കാർ മീൻ വിൽക്കുന്നുണ്ട് കേട്ടോ. ജീവനുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വിൽക്കുന്നത്. പിന്നെ ഞണ്ട് അങ്ങനത്തെ മീനുകളൊന്നും കണ്ടില്ല. പക്ഷെ വലിയ വലിയ മീനുകളായിരുന്നു. ചെറിയ എന്തെങ്കിലും മീനുകളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ശംഖൊക്കെ ഉണ്ട് കേട്ടോ, പല ഐറ്റം ഉണ്ട്. അപ്പോൾ എനിക്കും അല്ലുവിനും അത് തന്നെ ആയിരുന്നു കേട്ടോ പണി. അത് തിരഞ്ഞു നോക്കലായിരുന്നു കേട്ടോ പണി. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുള്ളു പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് പോയി നോക്കുക. അല്ലു ഇതാ എല്ലാ തോണിയിലും കയറി ഇറങ്ങിയെന്ന് അറിയായിരുന്നു കേട്ടോ. ആ വെള്ളപ്പേൻറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഇനി വെളുപ്പിക്കണമെങ്കിൽ കുറച്ച് പണി പെടും കേട്ടോ. ഞങ്ങൾ ശംഖ് തിരഞ്ഞു ഇടയിൽ അല്ലുവിന് ഞണ്ടിൻ്റെ ഒരു കാലം കിട്ടിയിട്ടോ. അവൻ വലിയതെന്തോ സംഭവമാണ് വിചാരിച്ചിട്ട് അതും കൊണ്ട് പോവുമായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞണ്ടിൻ്റെ കാലമായിരുന്നു.
പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഒരുപാട് ശംഖുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വലേൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ആ കവർ നിറച്ച് ശംഖുകളാണ്. നമ്മൾ സാധാ ശംഖും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.